വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി തന്തൂരി ചിക്കൻ കറിയാണ്. അതായത് നമ്മൾ സാധാരണ വെക്കുന്ന പോലെയല്ല, ചിക്കൻ തന്തൂരി ആക്കിയതിന് ശേഷം ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ തൈരും കൂടെ, കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു മണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മസാല നന്നായിട്ട് ഈ ചിക്കനുമേ ഇതുപോലെ തിരുമ്പി പിടിപ്പിക്കണം. വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയല്ല, നന്നായിട്ട് ഈ ചിക്കനുമേ തിരുമ്പി പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഒരു പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് ഉപയോഗിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളുടെ ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വെന്ത് വരണം എന്നൊന്നുമില്ല, കാരണം ഇനി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കൻ അതിൽ കിടന്ന് തിളച്ച് വേവാനുള്ളതാണ്. ഇത് ജസ്റ്റ് നമുക്കൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് ഗ്രില്ല് ഇല്ലെങ്കിൽ മാത്രമാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതേപോലത്തെ ഗ്രില്ല്, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതായാലും മതി. ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ പീസസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ആ തന്തൂരി ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. ആ ഹൈ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടായി വരികയാണ്. അപ്പം നമുക്ക് ആ തന്തൂരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിലാണ് പാനിലിട്ടിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കേണ്ടത്. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതൊന്ന് സബോളയുടെ പച്ചമണമൊക്കെ മാറിയിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അതിനുശേഷം അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കാണ്. ഒരു വലിയ തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് ചേർക്കാണ്. തക്കാളി അലിയാനൊന്നും നിൽക്കണ്ട, ഡയറക്റ്റായിട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാണ്. ഒപ്പം നമ്മൾ പാനിലിട്ട് വറുത്തതിൻ്റെ എണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് നേരം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കംപ്ലീറ്റ് മസാല അതിനൊന്ന് എടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ചിക്കൻ വെന്ത് വരുന്നത് വരെ നന്നായിട്ട് വേവിച്ച് ചാറൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. തന്തൂരി ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.